ഹായ് ഹലോ വെൽക്കം ബൈ ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോയുമായിട്ട് നമ്മൾ വന്നേക്കുകയാണ്. ഒത്തിരി നാളായിട്ടോ ലോങ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും നമ്മൾ എണീറ്റ് വരുമ്പോൾ ആലോചിക്കും ലോങ് ചെയ്താലോ, ലോങ് വീഡിയോ ചെയ്താലോ എന്നൊക്കെ. പക്ഷെ നമുക്ക് മടി പിടിച്ച് പോകും കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും തട്ടിയും മുട്ടിയും ഒരു ഷോർട്ടൊക്കെ ഇട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷേ ലോങ്ങിനോട് ഭയങ്കര മടിയായിരുന്നേ. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത സമയത്താണെങ്കിൽ ഫുള്ള് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടാട്ടോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഷോർട്ടേലേക്കായി ലോങ് എന്ന കാര്യം നമുക്ക് മടിയേ ആയി തുടങ്ങി. ഇന്ന് എന്തായാലും നമുക്ക് ആ മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ തുടക്കം തന്നെ ഒരു കടുങ്കാപ്പിയാലാട്ടോ. എണീറ്റ് വരുമ്പോഴേ നമുക്കൊരു കടുങ്കാപ്പി, അതോ ഇപ്പോഴത്തെ ഈ തണുപ്പും മഴയൊക്കെ വെച്ചിട്ട് ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ലതല്ലേ. അമ്മയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മധുരം ഇട്ടാട്ടോ. അമ്മയ്ക്ക് ചെറിയ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മധുരം ഇട്ട് കുടിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യക്കുട്ടനും കടുങ്കാപ്പി അങ്ങനെ കുടിക്കാറൊന്നുമില്ല. അവനും പാലാണ് ഇഷ്ടം. നമുക്കിവിടെ പാല് വരുമ്പോൾ 8 മണിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾ എണീറ്റ് വരാത്തത് കൊണ്ട് നമുക്ക് മാത്രം കടുങ്കാപ്പി കുടിച്ചു. അവന് എണീറ്റ് വരുമ്പോഴേക്കും പാൽ ചായക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവേ മടി പിടിച്ച ദിവസമാണ് കേട്ടോ. ഇങ്ങനെ നിന്നുമൊക്കെ കുടിക്കാൻ സ്കൂളുള്ള ദിവസമാണ് നമുക്ക് അവസരം കിട്ടാറേ ഇല്ല. അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ കാപ്പിക്കായിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തി കേട്ടോ. ചപ്പാത്തിയുടെ മാവൊക്കെ രാവിലെ തന്നെ കുഴച്ചങ്ങ് മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ചപ്പാത്തിക്ക് വേണ്ടുന്ന കറിയൊക്കെ റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി നല്ലൊരു കുഴച്ച് വെച്ചേക്കുകയാണെങ്കിൽ നല്ലൊരു മയമൊക്കെ വരും കേട്ടോ. പിന്നെ അതിനെ ഒന്ന് പരത്തി വേഗം തന്നെ ചുട്ടെടുത്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമുക്കങ്ങ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഈ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രം കേട്ടോ ചപ്പാത്തി എന്ന റിസ്ക് പരിപാടിയിലേക്ക് പോകാറുള്ളേ. കാരണം ഒരുപാട് സമയം വേണം നമുക്ക് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കണമെങ്കിൽ. നമുക്ക് തന്നെ അറിയാം ചപ്പാത്തി എത്ര മയത്തിൽ കുഴയ്ക്കുന്നു. കുറേ നേരം ഇങ്ങനെ ഉരുട്ടി നല്ല കുഴച്ച് എടുക്കുന്നതിനനുസരിച്ചിട്ടാട്ടോ നമുക്ക് ചപ്പാത്തിക്ക് മയമൊക്കെ വരാറ്. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വേണം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കുഴച്ചുകൊണ്ടിരിക്കുന്നതിന് തന്നെ ഒരുപാട് നേരം വേണേ. അപ്പോൾ നമുക്ക് ഈ അവധിയുള്ള ദിവസങ്ങളിലെ ചപ്പാത്തി മാവേലിട്ട് ഇങ്ങനെ പയറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് തിരിയാനായിട്ടുള്ള രാവിലത്തെ സമയമൊന്നുമില്ല. എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കാപ്പി ഉണ്ടാക്കി തട്ടിയും മുട്ടിയൊക്കെ രാവിലെ അങ്ങ് വിടുവേ. അങ്ങനെയൊക്കെയാട്ടോ സ്കൂളിലുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതലായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ കൂടുതൽ പിടുത്തമായിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ വെച്ചാലും മതി. എന്നാലും കൂടുതലും ചപ്പാത്തിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം ചിക്കൻ കറി മുട്ടക്കറിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചിക്കനൊന്നുമില്ല. അപ്പോൾ പിന്നെ മുട്ടക്കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ തുറന്നപ്പോൾ കുറച്ച് മുട്ട ഇരിപ്പുണ്ട്. എന്തായാലും മുട്ടക്കറി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് നമ്മൾ ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സബോളയൊന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണേ. പിന്നെ അതിനകത്ത് വേണ്ടുന്ന വെളുത്തുള്ളി ആയാലും ഇഞ്ചിയൊക്കെ ആയാലും അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാറുകുട്ടി ഇപ്പോൾ എണീറ്റ് വന്ന് കടുങ്കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. ആദ്യക്കൂട്ടനാണ് എണീറ്റ് വന്നിട്ടുമില്ല. പുറത്ത് നല്ല മഴയാട്ടോ, നല്ല തകൃതിയായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു തണുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കടുങ്കാപ്പിയൊക്കെ രാവിലെ കുടിച്ചുകൊണ്ട് തന്നെ നല്ല ഉന്മേഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ മുന്നോട്ട് പോകാം കേട്ടോ. പൊതുവേ ഞായറാഴ്ച എന്ന് പറയുന്നൊരു ദിവസം നമുക്ക് മടി പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പണികളൊന്നും തീരാറുമില്ല. അങ്ങനെ നമ്മൾ സബോളയൊക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കറി വെച്ചാൽ മാത്രം മതി കേട്ടോ. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില അധികം ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കറിക്ക് കൂടുതൽ ടേസ്റ്റൊക്കെ വരുന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കറിവേപ്പില അധികമായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചധികം നേരം ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലേ നമുക്ക് ആ സവോള ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് കറിക്ക് കൂടുതൽ ടേസ്റ്റൊക്കെ വരത്തുള്ളേ. അങ്ങനെ കുറച്ച് നേരം സവോള ഇളക്കി കൊടുക്കണം. സവോള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഉപ്പ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപ്പ് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. കല്ലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പ് നീരാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. അങ്ങനെ ഉപ്പ് നീരും കൂടി ഒഴിച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്തായാലും ഇത്
ഇങ്ങനെ കുറച്ച് നേരം ആകും സബോള ആകണമെങ്കിൽ. ആ സമയത്ത് നമുക്ക് അടുത്ത എന്താണോ പണിയുള്ളത് അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തെങ്കിലും അടുത്ത ഒരു കറിയും കൂടെ വെക്കണം. അപ്പം നമുക്ക് നോക്കിയപ്പം ഫ്രിഡ്ജിനകത്ത് ആകെ പണിയുള്ളത് ബീട്രൂട്ടാട്ടോ. പച്ചക്കറികളെല്ലാം തന്നെ തീർന്നായിരുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഒരു കാര്യമാട്ടോ ബീട്രൂട്ട് അങ്ങനെ അധികം ആർക്കും ഇഷ്ടമല്ല. പിന്നെ നമുക്ക് ഏറ്റവും എന്തെങ്കിലും വെക്കണമല്ലോ മെഴുക്കുവരട്ടിയെന്ന് വിചാരിച്ചിട്ടാട്ടോ നമുക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സബോള അങ്ങനെ ആകുന്ന സമയത്ത് തന്നെ ബീട്രൂട്ടും കൂടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഒന്ന് കഴുകിയും കൂടി ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സബോളയൊന്ന് ഇളക്കിയും കൊടുക്കണേ, ഇല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലേക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബീട്രൂട്ടും കൂടെ അരിഞ്ഞും കൂടി എടുക്കാം. ഇടയ്ക്ക് സബോള ഇളക്കാം, ഇടയ്ക്ക് ബീട്രൂട്ടും അരിയുക. അങ്ങനെ ബീട്രൂട്ടിൻ്റെ പണിയൊക്കെ കഴിയും. സബോളയും നമുക്ക് വഴണ്ടി കിട്ടും കേട്ടോ. അങ്ങനെ ബീട്രൂട്ടെല്ലാം അരിഞ്ഞ് ഒരു സബോളയും കൂടെ അതിനകത്ത് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു. എന്നിട്ട് നമുക്കിനി അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബീട്രൂട്ട് കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഒരടുപ്പിൽ മുട്ടയും ഒരടുപ്പിൽ സബോളയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചതാട്ടെ. അങ്ങനെ മുട്ടയൊക്കെ വെന്ത് നമ്മൾ വെള്ളത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ സബോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയും കൂടി നന്നായിട്ട് ചേർത്ത് നമുക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം പാലാണ്, തേങ്ങാപ്പാലായിട്ടോ ചേർക്കുന്നത്. അപ്പം രണ്ടാം പാൽ ആദ്യമേ ഒഴിച്ച് കൊടുത്ത് കറിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് സെറ്റായി വരട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് നമുക്ക് മുട്ടയും കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഈ പണിയൊക്കെ ചെയ്യുന്നത് പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പാറുക്കുട്ടിയാണ് മുട്ടയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ കറിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ചപ്പാത്തി പെട്ടെന്ന് തന്നെ പരത്തി കാപ്പ് കുടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കാപ്പ് കുടിക്കാൻ നേരമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരമൊക്കെ മടി പിടിച്ച് അങ്ങനെ ഇരുന്നെങ്കിലും പിന്നെ നമുക്ക് കാപ്പ് കുടിക്കേണ്ട നേരം ആകുമ്പോഴേക്കും നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. എല്ലാവർക്കും നല്ല വിശപ്പാവുക. പിന്നെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ചപ്പാത്തി പരത്തുന്ന വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. കാരണം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നേ. നമ്മൾ കുറച്ച് അധികം സമയം വെച്ചിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. കുറച്ച് വെള്ളം കൂടിപ്പോയതുപോലെയൊക്കെ ആയിട്ടോ. പിന്നെ കുറച്ച് മാവൊക്കെ ഇട്ട് നമ്മൾ പരത്തിയപ്പോൾ കുറച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പരത്തി എടുക്കുക കേട്ടോ ചെയ്തത്. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മുട്ടക്കറിയും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനും കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യക്കൂട്ടം അടുത്ത് വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഇനിയും കുറച്ച് പണികളും കൂടിയൊക്കെ ബാക്കി, ഇനി ഒത്തിരി പണികളുണ്ട് കേട്ടോ. കുറച്ച് മടി പിടിച്ചങ്ങനെ ഇരുന്നതുകൊണ്ട് ഇന്ന് ഒരു പണിയും കൃത്യമായിട്ടൊന്നും നടന്നിട്ടില്ല. എന്തായാലും നമ്മൾ കഴിക്കട്ടെ. അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയൊന്ന് വൃത്തിയാക്കൽ തന്നെയാണ് കേട്ടോ. കാരണം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പാത്രങ്ങളിങ്ങനെ നിരന്ന് തന്നെ കിടക്കാറുണ്ട്. രാവിലെ ചായ കുടിക്കുന്ന പാത്രം മുതൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എടുക്കുന്ന പാത്രം അന്നേരം കഴുകി വെക്കുവാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അതൊരു വലിയൊരു മെയിനായിട്ടുള്ളൊരു കുഴപ്പം തന്നെയാണ്. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പാത്രം കഴുകുന്ന ഒരു വലിയ ടാസ്ക്, ഒരു റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. കാരണം ഒന്നാമത് ഈ മഴയൊക്കെ പെയ്തിങ്ങനെ തണുപ്പൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും പോയി പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷനാണ്. കൈയൊക്കെ എപ്പോഴും നനഞ്ഞ് ഒരുമാതിരി ഇരിക്കുകയല്ലേ. അതുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ തുമ്മലായി, ചീറ്റലായി, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ പാത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കഴുകിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും പാത്രം കഴുകൊക്കെ കഴിഞ്ഞ് ആ സ്ഥാനത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ച് സ്ലാവും കൂടി ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി പണികളൊക്കെ തീരും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നിലം ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനും കൂടിയേ. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അമ്മ രാവിലെ നിലമൊക്കെ ഒന്ന് അടിച്ച് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയതാണ്. എങ്കിലും നമുക്ക് കുറേ പൊടികളുണ്ട് കേട്ടോ. അടിച്ച് തുടയ്ക്കുന്നതിന് മുമ്പേ ഒന്നും കൂടി ഒന്ന് അടിച്ച് വരുന്ന പതിവുണ്ട്. ഇതിൽ ഭയങ്കര പൊടിയാട്ടോ. എന്തായാലും അതും കൂടി ഒന്ന് ചെയ്തെടുത്താലേ നമ്മുടെ ക്ലീനിങ് എന്ന പരിപാടിയും കൂടെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെ നമ്മൾ അടുക്കളയുടെ സ്ലാവൊക്കെ നന്നായിട്ട് തുടച്ച് പിന്നെ മിക്സിയും എല്ലാം
എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ നമുക്ക് ആ ഒരു അടുക്കളയിലെ ഒരു മെയിനായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നിലം തുടക്കലിലേക്കൊക്കെ പോവുക. നിലവും കൂടി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി മുക്കാലും പണികൾ തീർന്നേ. പിന്നെ ഉച്ചക്കത്തേക്കിനുള്ള കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഉച്ചക്കത്തേക്കിനുള്ള പരിപാടി നമ്മൾ രാവിലെ തന്നെ തീർത്ത് വയ്ക്കാറുണ്ട്. എന്തായാലും ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഒരു കറി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഓരോ കറികളായിട്ട് ഉച്ചക്കത്തേക്കിന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കാനേ. ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബീട്രൂട്ട് കറി വെക്കണം, പിന്നെ മോര് കറി വെക്കണം, പിന്നെ മീനും കൂടെ വറുത്തെടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അത്രയും ഒരു സമാധാനമൊക്കെ ആയിട്ടുണ്ട്. ഇനി നിലവും കൂടി ഒന്ന് തൂത്ത് തുടച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ അടുക്കളയിലേക്ക് കയറി അടുത്ത പണിയിലേക്ക് പോകുക കേട്ടോ. നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും ഈ ഞായറാഴ്ച അങ്ങനെ കിട്ടാറേ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആവും, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ തല്ലിക്കൂട്ടി എടുക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മോര് കറി വെക്കാമെന്ന് വിചാരിച്ചേ. മോര് കറി വെക്കാൻ പിന്നെ ഒത്തിരി പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലല്ലോ. എന്തായാലും മോര് കറി വെക്കാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കുട്ടൻ വന്ന് അവിടെ കയറിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ എപ്പോഴും കറി വെക്കാൻ നേരം ഇങ്ങനെ ഒരു സ്റ്റൂളൊക്കെ വലിച്ചിട്ട് അവിടെ വന്ന് കയറി നിൽക്കുന്ന ആളുടെ ഒരു പതിവാട്ടോ. പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാണ് ഗ്യാസിൻ്റെ അടുത്ത് ഇങ്ങനെ നിർത്താനും. പിന്നെ ചൂടും എണ്ണയൊക്കെ ആണെങ്കിലും കടുകൊക്കെ പൊട്ടുമ്പോൾ ഒക്കെ തെറിക്കുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു വിധത്തിലൊന്ന് ഇറക്കി മാറ്റി വിട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. മോരിനകത്ത് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് അരച്ചെടുത്തു. തേങ്ങയും കാന്താരിമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചും കൂടി എടുത്തു. പിന്നെ തൈരായിട്ടോ ഇരുന്നത്, അതും കൂടി ഒന്ന് കറക്കി മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് കറക്കിയെടുത്ത് അടുപ്പയിൽ എല്ലാം കൂടെ കൂട്ടി ഒന്ന് അടുപ്പയിൽ ഒരു ചട്ടിക്കകത്താട്ടോ വയ്ക്കുന്നത്. ചട്ടിക്കകത്തായതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കുമെന്ന് ചൂടായിട്ട് വരാനായിട്ട്. നമ്മുടെ മോരായതുകൊണ്ട് തന്നെ ഇങ്ങനെ തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പീരയും വെള്ളമൊക്കെ കെട്ടി ഒരു വല്ലാത്ത രീതിയിൽ കിടക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു അഴുക്കായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ മോരായതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയേ. പിന്നെ ചൂടായിട്ട് മോരൊക്കെ വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകിനായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കണേ. ഉലുവ മോരുകറിക്ക് മസ്റ്റാട്ടോ. പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ചുമന്നുള്ളി കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കടുകും കൂടെ പൊട്ടിച്ചെടുത്ത് നമ്മുടെ മോരിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോരുകറി എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു ഐറ്റവും കൂടിയാണ്. പിന്നെ നമുക്കൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി ഇവിടെ അരയ്ക്കണമെങ്കിൽ തന്നെ 2 തരത്തിലുള്ള ചമ്മന്തി വേണേ. ഏട്ടന് പുളി ഇല്ലാത്ത ചമ്മന്തി, ബാക്കി എല്ലാവർക്കും പുളിയുള്ള ചമ്മന്തിയും വേണം കേട്ടോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നമ്മളിവിടെ 2ആയിട്ടാണ് അരയ്ക്കാറ്. അങ്ങനെ ചമ്മന്തി അരയ്ക്കാൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആദ്യക്കുട്ടനും വന്ന് അവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കല്ലേൽ അരച്ചെടുക്കുന്നതിൻ്റെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പിന്നെ മിക്സിയുടെ ജാറിനകത്തൊക്കെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കും, ശരിക്കും അരയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തോ പീരയൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും, തേങ്ങാപ്പീര പോലെയൊക്കെ ഇരിക്കും കേട്ടോ. നമുക്ക് അത്ര പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ കല്ലേ കൊണ്ടുവച്ച് അരയ്ക്കുകയാണെങ്കിൽ നല്ല ചമ്മന്തിയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലേലാണ് ചമ്മന്തി അരയ്ക്കാറ്. അങ്ങനെ പുളി ഇല്ലാത്ത ചമ്മന്തി നമുക്ക് ആദ്യമേ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പുളി അത് കഴിഞ്ഞിട്ട് തേങ്ങയും കുറച്ച് വത്തലുമുളകല്ല മുളക് പൊടി കേട്ടോ. മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തതും പിന്നെ കുറച്ച് ചുമന്നുള്ളി ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മൾ ആദ്യമേ ചമ്മന്തിക്കുള്ളത് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. പുളിയില്ലാത്ത ചമ്മന്തി ആദ്യമേ അരച്ചെടുത്തു. അതിനുശേഷം പുളി വെച്ച് വീണ്ടും അരച്ചെടുത്ത് ചമ്മന്തിയൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ മെഴുക്കുവരട്ടിക്കായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ബീട്രൂട്ടാണ്, അതും കൂടി ഒന്ന് മെഴുക്കുവരട്ടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തേക്കിന് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടി നമ്മുടെ ബീട്രൂട്ടും ഒക്കെ ചേർത്ത് കുറച്ച് മുളക് പൊടി ആയിട്ടോ ചേർത്ത് കൊടുക്കുന്ന, ഉപ്പും ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ അതും കൂടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം, എന്നാലേ ബീട്രൂട്ട് ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതിൽ കടുകടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് നേരം ഇളക്കി മൂടിയൊന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടും വെന്ത് കിട്ടും. അങ്ങനെ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറുണ്ടാൽ മതിയേ. ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും കൂടെ കഴിച്ച്, ചോറുണ്ടെന്ന വീഡിയോ ഒന്നും നമ്മൾ പിന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഇരുന്ന് കാണും കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് മുറ്റത്ത് തന്നെ നമുക്കൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് കാറ്റത്ത് ഒടിഞ്ഞു വീണ ഒരു കമ്പാട്ടോ, ഇങ്ങനെ ഒടിഞ്ഞു വീണ അങ്ങനെ കിടക്കായിരുന്നു. നമുക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും തന്നെ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ
ഒരല്പം ഒരു മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ പതിയെ ഇറങ്ങിയതാട്ടോ. അതൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടി ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും കുറേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാനും ഏട്ടനും കൂടി ആട്ടോ ചെയ്യുന്നതാണ്. ഏട്ടനും അപ്പുറത്തുണ്ട്. അങ്ങനെ വീഡിയോയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ ഏട്ടൻ്റെ വീഡിയോ ഒന്നും പിടിക്കാത്തത്. എന്തായാലും നമ്മൾ എല്ലാവരും കൂടി അത് വെട്ടിക്കൂട്ടി ഒന്ന് ഒതുക്കിയെടുത്തെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും നട്ടും വെക്കാം. ആ കമ്പ് ഇങ്ങനെ ഒടിഞ്ഞതൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. താഴോട്ടൊക്കെ കുറേ സ്ഥലം ഉണ്ടെങ്കിലും അവിടെ ഒരു കയ്യാല പോലെയാണ്. അതൊക്കെ ഒന്ന് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടും കൂടി വെക്കാം. അങ്ങനെ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഏകദേശ കാര്യങ്ങളും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നതാട്ടോ. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ അവിടെ ഇരിക്കുകയാണ്. ഒരു കടുങ്കാപ്പിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുടിച്ച് കേട്ടോ. നമുക്കത് വീഡിയോ ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്നൊരു തോന്നലുണ്ടായതാട്ടോ. നമുക്ക് കഞ്ഞിക്കുഴിക്ക് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഏട്ടൻ്റെ മൂത്ത പെങ്ങളാട്ടോ. അപ്പോൾ അവിടെ വരെ പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ചടപുടയെന്ന് പറഞ്ഞുകൊണ്ട് റെഡിയാകും കേട്ടോ. ഞാനും റെഡിയാകുന്നുണ്ട്. നമുക്കൊരു അന്നേരം അറിഞ്ഞ ഒരു അറിവായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് തോന്നലായതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്നും ഒരുപാട് ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്നാലും നമ്മുടെ കയ്യിലുള്ള മേക്കപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം മേക്കപ്പൊക്കെ ഇട്ടു. പിന്നെ മുടിയൊക്കെ നനഞ്ഞതായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കുളിപ്പിന്നൽ പോലെ ചെറുതായിട്ട് പിന്നെ ഒരു സ്ലൈഡൊക്കെ കുത്തി നോക്കിയാക്കിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ക്രീമും മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് പിന്നിക്കെട്ടി പിന്നെ നമുക്കൊരു സിന്ദൂരം കൂടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ മേക്കപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചടപുടയെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് വരണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ സീ യു.